ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് BJP നേതാവ് നമ്മളൊപ്പം ശരിയാണ്. ശ്രീ ഷോൺ, 10 വർഷത്തെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. 1582 കോടി രൂപയുടെ ക്രമക്കേടാണ് സഹകരണ സംഘങ്ങളിൽ നടന്നത്. കണക്കുകൾ ഇതിലും മുകളിലാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? ഇത് പ്രാദേശികമായി സഹകരണ ബാങ്കിലെ ബോർഡ് മെമ്പർമാർ മോഷ്ടിച്ചതാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നിയത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി നിന്നിട്ടുള്ള ഒരു മധ്യവർഗമുണ്ട്, ഇടത്തരക്കാർ, എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇടത്തരക്കാർ. അവരൊരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം ആയിരുന്നില്ല. അവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ലാസുകളിൽ 2 ഏക്കർ വസ്തുവുള്ള ഒരു കർഷകനെ ബൂർഷ്വ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. വില്ലേജ് ഓഫീസിലെ പ്യൂണിന്റെ ശമ്പളത്തിന്റെ പകുതി പോലും വരുമാനമില്ലാത്ത ആ വർഗത്തെ ഇപ്പോഴും ശത്രുവർഗമായി കാണുന്ന ഒരു സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ മേഖല, പ്രത്യേകിച്ച് കേരളത്തിന്റെ 600 സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ്. അത് തകർക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാണ്. അത് തകർക്കാൻ എല്ലാ തരത്തിലും സഖാക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസുകാരും കട്ടോട്ട് പോയിട്ടുണ്ട്, CPM-മാരും കട്ടോട്ട് പോയിട്ടുണ്ട്. അതില് കഴിഞ്ഞ 10 വർഷക്കാലമായി സഹകരണ മേഖല നിയന്ത്രിക്കുന്ന സഹകരണ വകുപ്പ്, എല്ലാ അർത്ഥത്തിലും സഹകരണ മേഖല നിയന്ത്രിക്കുന്ന വകുപ്പാകും. അപ്പോ ഒരു ബാങ്കിന് ചെറിയ തട്ടുകേട് ഉണ്ടാകുമ്പോൾ പോലും 66 എൻക്വയറി നടത്താനും അതിനുശേഷം 68 എൻക്വയറി നടത്താനും വീഴ്ചയുണ്ടാകുന്ന ബോർഡ് മെമ്പർമാർക്കെതിരെ, ഞാനും ഒരു അർബൻ ബാങ്കിന്റെ വൈസ് ചെയർമാൻ, വളരെ കൃത്യമായിട്ട് തന്നെ ഇടപെടൽ നടത്താൻ സർക്കാരിന് എല്ലാ സംവിധാനങ്ങളും. അതൊന്നും ചെയ്യാതെ ഈ കൊള്ളയ്ക്ക് നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയായിരുന്നു സഹകരണ വകുപ്പും സഹകരണ. അതായത് ശ്രീ ഷോൺ ജോർജ്, ഈ കൊള്ളയുടെ പങ്ക് അവരും പറ്റിയിട്ടുണ്ട്, അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. കാരണം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ നേതൃത്വം സ്വീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയല്ലേ ഉയരുന്നതും? CPM-ന്റെ വളരെ ഉന്നതരായ നേതാക്കൾ പ്രതിയായി അറസ്റ്റിലായ വിഷയങ്ങൾ നമ്മൾ കേരളം ചർച്ച ചെയ്താണ്. വളരെ ഉന്നതരായ നേതാക്കൾ. അതെ. അപ്പോ അവരുടെ പിന്തുണയുണ്ടെന്ന് മാത്രമല്ല, അവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം പണം. ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ലക്ഷ്യം പണം മാത്രമല്ല, അതിനൊരു ഐഡിയോളജി ഉണ്ട്. ഈ മധ്യവർഗത്തെ, ഇടത്തരക്കാരന്റെ സാമ്പത്തിക നിലയെ തകർക്കുക എന്നുള്ള CPM-ന്റെ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു ദുർദ്ദേശം. ഇവിടെ എന്തുകൊണ്ട് ഒരു തലമുറ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. കേരളത്തിന്റെ സമ്പദ്ഘടന തകർന്നിരിക്കുന്നു. ഇവിടെ ഈ രാജ്യത്തിന് ഗുണമുണ്ടാക്കാവുന്ന, ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരെല്ലാം ഇവർക്ക് ആവശ്യം. ഇവിടെ തൊഴിലില്ലായ്മയ്ക്ക് പെൻഷൻ മേടിക്കുന്ന ചെറുപ്പക്കാരെ മാത്രമേ ഈ സർക്കാരിന് ആവശ്യമുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമുള്ളൂ. എന്നാലേ അവർക്ക് അടികളെ കിട്ടുള്ളൂ. ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായാൽ, ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടായാൽ, ഇവിടെ ഇടനിലക്കാരുടെ കയ്യിൽ പണം ഉണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ വാങ്ങിക്കുന്നവരെ മതി ഈ നാട്ടിൽ. അതിനുവേണ്ടി നടത്തുന്ന ഗൂഢാലോചനയാണിത്. വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.